റെക്കോർഡിംഗ് ഓൺ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സർചാർജിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ സർചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സോയിലില് ഗ്രൗണ്ട് ലെവലില് ആദ്യം ഉണ്ടായിരുന്ന അതിന്റെ മുകളിൽ എന്തെങ്കിലും എക്സ്ട്രാ ലോഡ് വരുന്നതാണ് സർചാർജ് എന്ന് പറയുന്നത്. ഇപ്പോ ഗ്രൗണ്ടിന്റെ മുകളിൽ നമ്മൾ അറിയാം വേറെ മണ്ണ് കൊണ്ടുവന്നിടുക അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിയോ അങ്ങനെ വെഹിക്കിളോ അങ്ങനെ എന്തെങ്കിലും ലോഡ് എക്സ്ട്രാ വരിക, ആ എക്സ്ട്രാ വരുന്ന ലോഡിനെയാണ് നമ്മൾ സർചാർജ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ എന്നാണ്. ഓക്കെ, ആ സർചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ എന്ന ലെറ്റർ ആണ്. കൂടെ ഇതിൽ കാണാം, ഇത് നമ്മള് ക്യൂ എന്നോട് കാണിച്ചു. ആ ഫിഗറിലും കാണാൻ പറ്റും ഇങ്ങനെ താഴെ യൂണിഫോമലി ലോഡഡ് അല്ലെ, ഒരു UDL പോലെ ക്യൂ എന്ന് ആക്ട് ചെയ്യുന്നത്. അതവിടെ ആക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ എഫക്റ്റ് വരിക എന്നുള്ളതാണ്. ഞാനിവിടെ ടേബിൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ എഫക്റ്റ് ആ സർചാർജ് അതേപോലെ തന്നെ ആക്ട് ചെയ്യുക, ടോട്ടൽ സ്ട്രെസ്സിൽ അത് ആഡ് ചെയ്യുക, അതേപോലെ എഫക്റ്റീവ് സ്ട്രെസ്സിലും അത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നേരിട്ട് ആഡ് ചെയ്യുക, വേറെ ഒന്നും അവിടെ ചെയ്യണ്ട. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതില് നോക്കിക്കോളൂ, ഞാനൊരു ഫിഗർ വരയ്ക്കാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും അതിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പൊ നമ്മളെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ലെവൽ വിചാരിക്കുക, ഗ്രൗണ്ട് ലെവൽ. ഇപ്പോ നമ്മൾ ഒരു 10 മീറ്റർ താഴെയുള്ള ഒരു സോയിലിന്റെ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കണം. അവിടുത്തെ ഗാമ എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 20 kN/m³ ആണ്. ഓക്കെ, ഇവിടെ ഉള്ള ഒരു പോയിന്റിൽ ആദ്യത്തെ ലെവൽ എ എന്ന് പറഞ്ഞ എ, രണ്ടാമത്തെ ലെവൽ ബി ആണ്. ഈ എ എന്ന ഗ്രൗണ്ട് ലെവലില് വേറൊരു സർചാർജ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്യൂ എന്ന് പറയുന്ന ക്യൂവിന്റെ വാല്യൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 ആയിരിക്കാം. 10 kN/m² ആണ് അതിന്റെ യൂണിറ്റ് വരിക. അങ്ങനെ ഒരു ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ UDL ആണ് ആക്ട് ചെയ്ത് വരിക. അപ്പൊ കുറെ ആരോ മാർക്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സർചാർജ് ക്യൂ എന്ന് പറയുന്ന സർചാർജ് ആണ്, 10 ആണ് അതിന്റെ വാല്യൂ, 10 kN/m². ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ സ്ട്രെസ് കാണുമ്പോൾ ആദ്യം പോയിന്റ് എ എന്ന പോയിന്റിൽ ടോട്ടൽ സ്ട്രെസ് നമുക്കറിയാം ഗാമ H എന്ന് പറയും. പക്ഷെ ഇവിടെ സർചാർജ് ഉള്ളത് കൊണ്ട് ആ സർചാർജ് ഇതിലേക്ക് വരും. ഇവിടെ ഗാമ H ഇല്ല, കാരണം മുകളിൽ സോയിൽ ഇല്ല, അപ്പൊ ആ വാല്യൂ 0 ആണ്. പക്ഷെ ഇവിടെ സർചാർജ് ഉണ്ട്, അപ്പൊ ആ സർചാർജിന്റെ ലോഡ് ഇവിടെ വരും. അപ്പൊ അത് 10. ഓക്കെ, ഇനി പോർ വാട്ടർ പ്രഷർ നോക്കുമ്പോൾ അത് മുകളിലേക്ക് വാട്ടർ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ വാല്യൂ 0 ആണ്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്ട്രെസ് മൈനസ് U അല്ലെ, സോ അതിന്റെ വാല്യൂ 10 വരും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ നോക്കിയാ പറയാവോ കാര്യം? സർചാർജിന്റെ എഫക്ട് ഗ്രൗണ്ട് ലെവലിൽ പറഞ്ഞത് നേരെ വാല്യൂ കൊടുത്താൽ വേറെ ഒന്നോട് ചെയ്യാനില്ല, ഗാമൗണ്ട് മൾട്ടിപ്പിൾ ഒന്നും ചെയ്യണ്ട. ഓക്കെ, എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ആണോ? അപ്പൊ ഗ്രൗണ്ട് ലെവലില് അതിന്റെ മുകളിലേക്ക് വേറെ സോയിൽ ഒന്നുമില്ല, പക്ഷെ അവിടെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർചാർജ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം ആ സർചാർജ് കാരണം സ്ട്രെസ് അവിടെ ഉണ്ടാവുന്നുണ്ട് എയില്. ഓക്കെ, ഇനി ബി എന്ന പോയിന്റ് എടുത്താൽ, താഴെ നമ്മൾ ബി എന്ന പോയിന്റ് എടുത്താൽ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് അവിടെ ഗാമ H ഉണ്ട്, അതേപോലത്തെ മുകളിലെ സർചാർജ് രണ്ടും ഇവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗാമ H എന്ന് പറയുന്നത് ഇവിടെ 20 × 10 ആണ് അല്ലെ. അതിലേക്ക് പ്ലസ് ആ സർചാർജ് ആക്ട് ചെയ്യുന്നുണ്ട്, സർചാർജ് 10 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂ വരുമ്പോ 200 + 10 എന്ന് വരും അല്ലെ. അപ്പൊ 210 kN/m². അതുപോലെ യുവിന്റെ വാല്യൂ ഇവിടെ വാട്ടർ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. സിഗ്മ ഡാഷ് വരുമ്പോൾ സിഗ്മ മൈനസ് യു എന്ന് പറയുമ്പോൾ അത് 210 തന്നെ വരും അല്ലെ, 210 kN/m². ഇങ്ങനെയാണ് ബി എന്ന പോയിന്റ് വരിക. മനസ്സിലായോ മക്കളെ? ഒന്ന് പറയാം, ഒന്ന് കൺഫേം ചെയ്ത ചാറ്റ് ബോക്സിൽ. കാര്യം മനസ്സിലായോ? എഫക്റ്റ് ഓഫ് സർചാർജ്. യെസ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇതിന്റെ പ്രഷർ ഡയഗ്രാം വരച്ചു തരാം. ഇപ്പൊ നമ്മള് ഇതിന്റെ പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇപ്പൊ ടോട്ടൽ സ്ട്രെസ് ആണ് വരയ്ക്കുന്നത്, ടോട്ടൽ സ്ട്രെസ് സിഗ്മ എന്നുള്ളതിന്റെ പ്രഷർ ഡയഗ്രാം ആണ് ഞാൻ വരയ്ക്കുന്നത് വിചാരിക്കുക കേട്ടോ. സിഗ്മ എന്നത് ടോട്ടൽ സ്ട്രെസ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ആ ലൈന് വെർട്ടിക്കൽ ലൈൻ താഴോട്ട് വരയ്ക്കുക, എന്നിട്ട് എ അടയാളപ്പെടുത്തുക അല്ലെ, പഴയ പോലെ തന്നെ ബി അടയാളപ്പെടുത്തുക. ഇനി ടോട്ടൽ സ്ട്രെസ് എയിൽ എത്ര വാല്യൂ ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടോട്ടൽ സ്ട്രെസ് അറ്റ് എ? എത്ര വരുന്ന ഇവിടെ എത്ര വരുന്ന ടോട്ടൽ സ്ട്രെസ് അറ്റ് എ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞു നോക്കളെ. 10 അല്ലെ, കാരണം സർചാർജ് ഇല്ല. സാധാരണ 0 ആവില്ല അല്ലെ, പക്ഷെ ഇവിടെ സർചാർജ് ഉള്ളതുകൊണ്ട് അവിടെ 0 അല്ല, അവിടെ 10 ഉണ്ട്. അപ്പൊ നമ്മൾ 10 വരച്ചു, ഇവിടെ ഇങ്ങോട്ട് 10, ഇത് 10 ആണ് അല്ലെ. ഇനി ബിയിൽ എത്രയാണ് ടോട്ടൽ സ്ട്രെസ്? ബിയില് ടോട്ടൽ സ്ട്രെസ് ബിയില് 210 അല്ലെ. വെരി ഗുഡ്. ബിയിൽ 210 ആണ് അല്ലെ. അപ്പൊ നമ്മളത് ബിയില് 210, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ 210 അങ്ങോട്ട് വരയ്ക്കുക അല്ലെ. ഇത് 210
ദെൻ ഇത് രണ്ടും കണക്ട് ചെയ്ത് വരയ്ക്കുക അല്ലെ, ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇങ്ങനെയാണ് എന്ത് വരിക, പ്രഷർ ഡയഗ്രം വരയ്ക്കാം. മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളുടെ പോർ വാട്ടർ പ്രഷർ ഫുള്ള് 0 ആണ്, അവിടെ ഉണ്ടാവില്ല, പ്രഷർ ഡയഗ്രം വരയ്ക്കാൻ ഉണ്ടാവില്ല. എഫക്റ്റീവ് സ്ട്രെസ് ആവുമ്പോൾ അതിന്റെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ സർചാർജിന്റെ എഫക്റ്റ് വരുന്ന ഒരു എക്സാമ്പിൾ. സർചാർജിന് എപ്പോഴും ഗ്രൗണ്ട് ലെവലിലേ വരുള്ളൂ ഉണ്ടാവും, ഗ്രൗണ്ട് ലെവലിലേ വരുള്ളൂ. ഒരു എക്സാമ്പിളോട് ചെയ്ത് കാണിക്കാം. ഇപ്പോ ഇത് ഗ്രൗണ്ട് ലെവല്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ വാട്ടർ ടേബിൾ ഉണ്ട്, വാട്ടർ ടേബിൾ ഉണ്ട്. താഴെ വേറൊരു ലെയർ, ഇത്രയും ലെയർ ഉണ്ടെന്ന് വിചാരിക്കാം. ആദ്യത്തെ ലെയറിന് നമ്മൾ എ എന്നുള്ള പേര് കൊടുത്തു, വാട്ടർ ടേബിളിന്റെ ലെയറിന് ബി, ഇത് സി, ഇത് ഡി എന്ന പേര് കൊടുത്തു. ഓക്കെ, ദെൻ ഇപ്പൊ ഇവിടെ ഈ താഴെയുള്ള ലെയറിലെ ഇവിടുത്തെ ഡെൻസിറ്റി സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കാം. ഫുള്ള് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി 20 ആണ്. ഇവിടെ സാച്ചുറേറ്റഡ് അല്ലാത്ത ഡെൻസിറ്റി ഉണ്ട്, അത് 18 ആണെന്ന് വിചാരിക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 2 മീറ്റർ ആണ്, ബി ടു സി 1 മീറ്റർ ആണ്, സി ടു ഡി ഒരു 4 മീറ്റർ ആണ്. ഒക്കെ എക്സാമ്പിൾ കേട്ടോ, 1 മീറ്റർ 4 മീറ്റർ. ഓക്കെ, എ എന്ന ലെവലില് മുകളില് സർചാർജ് ആക്ട് ചെയ്യുന്നുണ്ട്, ഏറ്റവും മുകളിൽ സർചാർജ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്യൂ അതിന്റെ വാല്യൂ വരുന്നത് 20 ആണ്, 20 kN per മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വാല്യൂ. ഇതാണ് കേസ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പറയണം, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ആദ്യം എ എന്ന പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കട്ടോ, എ എന്ന പോയിന്റ് ശ്രദ്ധിക്കാം. എ എന്ന പോയിന്റില് അതിന്റെ വാല്യൂ ഓഫ് ടോട്ടൽ സ്ട്രെസ് എത്രയായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞല്ലേ. ആ 20 അല്ലേ, കാരണം എ എന്നുള്ള പോയിന്റിൽ അതിന്റെ മുകളിലേക്ക് സോയിൽ ഇല്ല, പക്ഷെ സർചാർജ് ഉണ്ട് അല്ലെ. ആ സർചാർജ് 20 ആയതുകൊണ്ട് അവിടുത്തെ ടോട്ടൽ സ്ട്രെസ് അല്ലെ, ടോട്ടൽ സ്ട്രെസ് എന്ത് വരും? 20 എന്ന് വരും അല്ലെ. അപ്പൊ ടോട്ടൽ സ്ട്രെസ് പറയുമ്പോൾ 20. നിങ്ങൾ എപ്പോഴും ടോട്ടൽ സ്ട്രെസിന്റെ ഇക്വേഷൻ അങ്ങനെ ഇപ്പൊ ഗാമ എച്ചിന്റെ കൂടെ ഒരു ക്യൂവും കൂടെ ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഗാമ എച്ച് ഇല്ലെങ്കിൽ ക്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ 20 വന്നു. ഇനി യുവിന്റെ വാല്യൂ എത്ര ആയിരിക്കും എയില്? ഒന്ന് പറഞ്ഞ ചാറ്റ് ബോക്സിൽ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് യു അറ്റ് എ? എയില് യുവിന്റെ ജെസ്സിയിലെ കറക്റ്റ് ആണ് അല്ലെ, സുപ്രീന കറക്റ്റ് ആണ്. 0 അവിടെ ഒന്നുമില്ല, കാരണം വാട്ടർ ടേബിളിന്റെ മുകളിലേക്ക് ഇല്ലാത്തതുകൊണ്ട് 0 ആണ് അല്ലെ, അവിടെ 0. ഇനി എഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു എന്നാണ് അല്ലെ. ഇവിടെ സിഗ്മ 20 ആയതുകൊണ്ട് യു 0 ആയതുകൊണ്ട് അതിന്റെ വാല്യൂ 20 തന്നെ വരും അല്ലെ. അപ്പൊ എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് എ എന്ന് പറഞ്ഞത് 20. ഓക്കെ, വെരി ഗുഡ്. ഇനി ബി എന്ന പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. പോയിന്റ് ബി കൺസിഡർ ചെയ്യാം. ബി കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ സ്ട്രെസ് ഗാമ എച്ച് പ്ലസ് ക്യൂ അല്ലെ, ഗാമ എച്ചും ക്യൂവും വേണം. എത്ര വരും ഒന്ന് പറഞ്ഞേ? ഗാമ എച്ച് പ്ലസ് ക്യൂ അതിന്റെ ടോട്ടൽ വാല്യൂ എത്ര വരും? ബി എന്ന ലെവലിൽ അതിന്റെ മുകളിൽ സോയിൽ ഉണ്ട്, അപ്പൊ സോയിലിന്റെ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യണം, പ്ലസ് മുകളിലുള്ള സർചാർജുമാണ് അല്ലെ. നിങ്ങളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിൽ വരണം. അവിടെ 56 എന്നാ പറയുന്നത് ടോട്ടല്. നമുക്ക് നോക്കാം അല്ലെ, എത്ര വരിക? ഇപ്പൊ ബി എന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ ബി എന്ന പോയിന്റ് മുകളിൽ 18 എന്ന് പറഞ്ഞൊരു സോയിൽ ഉണ്ട് അല്ലെ. അപ്പൊ ആ 18 ഇൻറ്റു അതിന്റെ തിക്നെസ് 2 അല്ലെ, അതിലേക്ക് പ്ലസ് സർചാർജ് 20 അതും കൂടെ ആഡ് ചെയ്യണം അല്ലെ. 2 × 18 36 പ്ലസ് 20 എന്ന് പറഞ്ഞാൽ 56 കറക്റ്റ് ആണ് അല്ലെ. 56 kN per മീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ യു വാല്യൂ എത്ര വരും? യു വാല്യൂ എത്ര വരും എന്ന് പറഞ്ഞേ? ബിയില് യു എത്രയായിരിക്കും? ബി എന്ന പോയിന്റിൽ യു വാല്യൂ ഫോർ വാട്ടർ പ്രഷർ യു ഗാമ ഡബ്ല്യുവിന്റെ എച്ച് ഡബ്ല്യു എത്ര വരും പറയടോ? 0. കാരണം ബി എന്ന പോയിന്റിന്റെ മുകളിലേക്ക് വാട്ടർ ടേബിൾ ഇല്ല, ബി എന്ന പോയിന്റിലാണ്, അതിന്റെ മുകളിലേക്ക് ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് ചെയ്യുക? നിങ്ങൾ 0 എടുക്കുക, വാല്യൂ 0. ഇനി സിഗ്മ ഡാഷ് ആണ് എഫക്റ്റീവ് സ്ട്രെസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു അല്ലെ. സിഗ്മന്റെ വാല്യൂ 56, യുവിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് അതിന്റെ വാല്യൂ 56 ആണ് അല്ലെ. 56 kN per മീറ്റർ സ്ക്വയർ. ഇനി സി എന്ന പോയിന്റ് അടുത്ത് ശ്രദ്ധിച്ചോളൂ, പോയിന്റ് സി. സിയില് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ടോട്ടൽ സ്ട്രെസ് ആദ്യം കാണുമ്പോൾ അതിന്റെ മുകളിലേക്കുള്ള എല്ലാം കൺസിഡർ ചെയ്യണം അല്ലെ. സോ ആദ്യം സിഗ്മ ഈസ് ഈക്വൽ ടു അല്ലെ ഗാമ എച്ച് പ്ലസ് ക്യൂ എത്ര വാല്യൂ വരും എന്ന് പറഞ്ഞേ? സി എന്ന പോയിന്റ് എത്ര സ്ട്രെസ് വരും? ഒന്ന് ടോട്ടൽ സ്ട്രെസ് പറയൂ.
74 എന്ന് പറയുന്നു. കാരണം എന്താ, സീന്റെ മുകളിലേക്ക് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി 20 അല്ലെ, സാച്ചുറേറ്റഡ് 20 പറഞ്ഞു. 20 വരുന്ന 1 മീറ്റർ സോയിൽ ഉണ്ട്. പിന്നെ അൺസാച്ചുറേറ്റഡ് ആയുള്ള 18 വരുന്ന 2 മീറ്റർ സോയിൽ ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ഇതുണ്ട്, സർചാർജ് ഉണ്ട് അല്ലെ. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, അറിയാത്തവർ ശ്രദ്ധിക്കട്ടോ, ഇക്കാര്യം മനസ്സിലാത്തവർ ശ്രദ്ധിക്കാം. സി എന്ന പോയിന്റ് എടുത്താൽ അതിന്റെ മുകളിൽ തൊട്ട് മുകളിൽ 1 മീറ്റർ സോയിൽ ഉണ്ട്. അത് സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റി 20 ആണ് അല്ലെ, നമ്മൾ തന്നിട്ടുണ്ട് 20 × 1 അത് അല്ലെ. പിന്നെ പ്ലസ് അതിന്റെ മുകളിൽ ആ 1 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ 2 മീറ്റർ എന്താണ്, 18 സോയിലാണ് അല്ലെ, 18 × 2. പിന്നെ അതിന്റെ ഏറ്റവും മുകളിൽ സർചാർജ് ഉണ്ട് അല്ലെ, 20 എന്ന് പറയുന്ന സർചാർജ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ആദ്യം 20 പിന്നെ 36 വരും പിന്നെ അല്ലെ. അപ്പൊ 56ലേക്ക് 20 കൂടെ 76 അല്ലെ, 76 അല്ലെ വരിക, 76 kN/m². അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ കാര്യം മനസ്സിലായോ? 74 ആണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാ 74 വരുന്നത്? 76 അല്ലേ വരിക? ടോട്ടൽ സ്ട്രെസ് ആണ് ചോദിച്ചത്, ടോട്ടൽ സ്ട്രെസ് 76 അല്ലേ, എങ്ങനെ 74 ആവുന്നേ? ചാറ്റ് ബോക്സ് പറഞ്ഞേ. 18 × 1 അല്ലല്ലോ, 18 2 മീറ്റർ ഇല്ലേ? വാട്ടർ ടേബിളിന്റെ ശ്രദ്ധിക്കുക, സി എന്ന, നിങ്ങളിപ്പോ എടുക്കുന്ന സി എന്ന പോയിന്റ് ആണ്. സി ശ്രദ്ധിക്കുമ്പോ സി മുതൽ ബി വരെയുള്ള ആ ലെയർ വാട്ടർ ടേബിൾ ഉണ്ട്, അത് സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് ഡെൻസിറ്റി 20 നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള എല്ലായിടത്തും 20 ആണ്, തെറ്റിക്കരുതിട്ടോ, ശ്രദ്ധിക്കണേ. വാട്ടർ ടേബിളിന്റെ താഴോട്ട് എല്ലാം സാച്ചുറേറ്റഡ് ആണ്, അവിടെ നമ്മൾ 20 ആണ് എടുക്കേണ്ടത്, സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ആണ്. സാച്ചുറേറ്റഡ് അല്ലാത്തത് മാത്രമാണ് 18 എടുക്കേണ്ടത്. അപ്പൊ ബിന്റെ മുകളിലേക്ക് മാത്രമാണ് 18. ഓക്കെ, ബിന്റെ താഴോട്ട് എല്ലാം സാച്ചുറേറ്റഡ് ആണ് കേട്ടോ, അപ്പൊ അത് തെറ്റിപ്പോരുത്. 76. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിക്കുക, സി എന്ന പോയിന്റിൽ യുവിന്റെ വാല്യൂ, പോർ വാട്ടർ പ്രഷറിന്റെ വാല്യൂ എത്ര വരും? ഒന്ന് പറഞ്ഞേ. യു എന്ന് പറയുമ്പോൾ ഗാമ ഡബ്ല്യു × HW അല്ലെ, യു എന്ന് പറയുമ്പോൾ ഗാമ ഡബ്ല്യു × HW. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 9.81 ആണ്. HW എത്രയാണ് ഇവിടെ? ഹൈറ്റ് ഓഫ് വാട്ടർ ടേബിൾ ഫ്രം ദ പോയിന്റ്. 1 മീറ്ററേ ഉള്ളൂ അല്ലെ, അപ്പോൾ 1 തന്നെ അല്ലെ. സോ അതിന്റെ വാല്യൂ വരിക 9.81 എന്ന് തന്നെയാണ്. പിന്നെ സിഗ്മ ഡാഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് സ്ട്രെസ്, അത് സിഗ്മ മൈനസ് യു ആണ്. സിഗ്മയുടെ വാല്യൂ 76 ആണ്, മൈനസ് യുവിന്റെ വാല്യൂ 9.81. എത്ര വാല്യൂ വരിക? എഫക്റ്റീവ് സ്ട്രെസിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ, വാല്യൂ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞ മക്കളെ 76 - 9.81 എത്ര വരിക? 76 - 9.81 66.19 അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിന്റെ വാല്യൂ വരുന്നത് 66.19 അത്രയും kN/m² ആണ് അല്ലെ. അപ്പൊ അതാണ് സി എന്ന പോയിന്റില് അല്ലെ. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് ഡി എന്ന പോയിന്റ്, നിങ്ങൾ അതിനെന്ത് പറഞ്ഞ? ഡി എന്ന പോയിന്റില് ടോട്ടൽ സ്ട്രെസിന്റെ വാല്യൂ എത്ര വരും? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞു. പോയിന്റ് ഡി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഡി എന്ന പോയിന്റ് ടോട്ടൽ സ്ട്രെസ് എത്ര വാല്യൂ വരിക? ഡി എന്ന പോയിന്റ്. അപ്പൊ ഡി എന്ന പോയിന്റ് എടുക്കുമ്പോൾ സാച്ചുറേറ്റഡ് സോയില് 4+1 5 മീറ്റർ സാച്ചുറേറ്റഡ് സോയിൽ ഉണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്ക് സാച്ചുറേറ്റഡ് അല്ലാത്ത സോയിൽ 2 മീറ്റർ ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ സർചാർജ് ഉണ്ട്. ഇതെല്ലാം വരണം. ഒന്ന് പറഞ്ഞേ. അപ്പോ ഇവിടെ വരുമ്പോഴേ അല്ലെ 20 സാച്ചുറേറ്റഡ് 20 എന്നുള്ളത് 4+1 5 മീറ്റർ ഉണ്ട് അല്ലെ, 5 മീറ്റർ ഉണ്ട് അല്ലെ. പിന്നെ അതിലേക്ക് സാച്ചുറേറ്റഡ് അല്ലാത്ത 18 2 മീറ്റർ ഉണ്ട്, 18 2 മീറ്റർ ഉണ്ട് അല്ലെ. ദെൻ ഏറ്റവും മുകളിൽ സർചാർജ് 20 ഉണ്ട്. എത്ര വരും? അതിന്റെ വാല്യൂ 156 അല്ലെ. വെരി ഗുഡ്, 156 അല്ലെ. 100 156 വരും അല്ലെ. അപ്പോ ടോട്ടൽ സ്ട്രെസ് 156 ആണ്, അത്രയും kN/m² ആണ് ടോട്ടൽ സ്ട്രെസ് വരിക. ഓക്കെ, ഇനി നിങ്ങൾ അതിൽ ഏത് പറഞ്ഞേ? അതിന്റെ പോർ വാട്ടർ പ്രഷർ എത്ര വരിക? ഒന്ന് പറഞ്ഞേ. പോർ വാട്ടർ പ്രഷർ എന്ന് പറയുമ്പോൾ യുവിന്റെ വാല്യൂ ഗാമ ഡബ്ല്യു × HW അല്ലെ. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 9.81 ആണ്. HW എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ഹൈറ്റ്. ഡി എന്ന പോയിന്റിൽ നിന്ന് വാട്ടർ ടേബിളിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4+1 5 മീറ്റർ തന്നെയാണ് അല്ലെ, 5 മീറ്റർ.
അപ്പൊ 9.81 into 5 എത്ര വരും? 49.05 അല്ലേ? 49.05 കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ യുവിന്റെ വാല്യൂ 49.05. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ 156 ആണ്, മൈനസ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയുമ്പോൾ 49.05 ആണ്. എത്ര അതിന്റെ വാല്യൂ വരിക എന്ന് പറഞ്ഞേ? ടോട്ടൽ സ്ട്രെസ് എഫക്റ്റീവ് സ്ട്രെസിന്റെ വാല്യൂ 106.95 അല്ലെ? 106.95 അല്ലെ? 106.95. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ട്രെസ് കണ്ടെത്തുക. ഇനി നിങ്ങൾ നേരത്തെ പ്രഷർ ഡയഗ്രം വരച്ച പോലെ ഓരോ പോയിന്റിലെയും പ്രഷർ ഡയഗ്രം വരക്കുക കേട്ടോ. ഓക്കെ അല്ലേ? റെഡി. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. ഈ പ്രഷർ ഡയഗ്രം, ഇതിന്റെ പ്രഷർ ഡയഗ്രം ഒന്ന് വരച്ചിട്ട് ഈ സ്ക്രീൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അതിന്റെ വാല്യൂസ് കിട്ടാൻ. സ്ക്രീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് അതിന്റെ വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ ഈ ഓരോ പോയിന്റിലെയും ടോട്ടൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ്, പോർ വാട്ടർ പ്രഷർ, അതിന്റെ പ്രഷർ ഡയഗ്രം വരച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക കേട്ടോ. ചെയ്യണേ. ഓക്കെ അല്ലേ? ഒന്ന് ഷാർപ്പൂസ് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഒന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി, ഗുഡ്. ഓക്കെ, ഇത് നമ്മള് അടുത്തതിലേക്ക് പോവാണ്. ഇനി ഇവിടെ ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു, ഇനിയുള്ള ടോപ്പിക്ക് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ചില കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് സോയിലില് ഇപ്പൊ നമ്മൾ ഗ്രൗണ്ട് ലെവൽ താഴോട്ട് പോകുമ്പോൾ അതില് സ്ട്രെസ് അനുഭവപ്പെടുന്നതിന് തൊട്ട് മുകളിലുള്ള സോയില്, അവിടെ വരുന്ന വാട്ടർ, അതേപോലെ മുകളിൽ സർച്ചാർജ്. ഇനി നമ്മൾ വാട്ടർ ടേബിൾ വരെയല്ലേ സാച്ചുറേറ്റഡ് ആവുക എന്ന് പറഞ്ഞത് അല്ലെ? വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ അതിന്റെ താഴോട്ടുള്ള സോയിൽ ഫുള്ള് സാച്ചുറേറ്റ് എടുക്കാം, അതിന്റെ മുകളിലുള്ള സാച്ചുറേറ്റ് ആവണം എന്നില്ല. എന്നാൽ വാട്ടർ ടേബിൾ, ഈ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ലെവൽ കേട്ടോ, നമ്മളെ ഭൂമിക്കടിയിലെ വെള്ളത്തിന്റെ ലെവലാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. അതിന്റെ മുകളിലേക്കും ചിലപ്പോൾ സോയില് കുറച്ച് മീറ്റർ മുകളിലേക്കും ചിലപ്പോ സോയില് സാച്ചുറേറ്റഡ് ആവാറുണ്ട്. അതിന്റെ കാരണം കാപ്പിലാരിറ്റി റൈസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാപ്പിലാരിറ്റി റൈസ്? കേട്ടിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് ഓർണോ പറഞ്ഞേ. കാപ്പിലാരിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാപ്പിലാരിറ്റി കേട്ടിട്ടുണ്ടോ? ആ, കുറെ പേര് കേട്ടിട്ടുണ്ട് അല്ലെ? ശ്രീരാജ്, സെന്നു ഹസ്ന, സഫ്രീന, നസ്ലി, പഫാമോൾ. ഓക്കെ, സെന്നു ഹസ്ന ഒന്ന് മൈക്കോൺ ആക്കിയേ, ഇതൊന്ന് പറഞ്ഞേ എന്താണ് കാപ്പിലാരിറ്റി എന്നുള്ളത്. സെന്നു ഹസ്ന. ഹലോ. ആ, എന്താണ് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ എന്താണ് കാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത്? അത് എന്താ, വെള്ളത്തിന്റെ റൈസ് ആയിട്ട് വരും വെള്ളം, ഒരു പ്രഷർ കാരണം. ആ, ഓക്കെ. എങ്ങനെയാണ് റൈസ് ആവുന്നത്? ഓക്കെ, ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വെള്ളം അതിന് മുകളിലേക്ക് റൈസ് ചെയ്യുന്ന ചെറിയ ഹോൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് അത് അറിയാം. നിങ്ങൾക്ക് അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാന്, ഇപ്പൊ നിങ്ങളുടെ ഒരു നമ്മളൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് നമ്മൾ സ്ട്രോ ഉപയോഗിക്കില്ലേ, വെള്ളമൊക്കെ വലിച്ചു കുടിക്കാൻ വേണ്ടി സ്ട്രോ, ആ സ്ട്രോ നമ്മൾ വെള്ളത്തിലേക്ക് മുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളത്തിനേക്കാളും ഈ സ്ട്രോനകത്ത വാട്ടർ ലെവൽ ഒന്ന് പൊങ്ങിയിരിക്കും. കാരണം അത് ചെറിയ നാരോ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ മേലോട്ട് കയറുന്ന റൈസ് ആവുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ഫിനോമിനയാണ് ഈ കാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത്. ഇതേ ഒരു എഫക്റ്റ് സോയിലിൽ സംഭവിക്കുന്നുണ്ട്. കാരണം സോയിലിനകത്ത് കാണുന്ന ഹോള് അല്ലെങ്കിൽ വോയിഡ് സ്പേസ് ഒന്ന് വളരെ ചെറുതാണ്. ആ ചെറിയ സ്പേസിലൂടെ മുകളിലേക്ക് വെള്ളം കയറാം. അങ്ങനെ കയറുകയാണെങ്കിൽ എത്ര വരെ കയറിയിട്ടുണ്ടോ അതുവരെ എന്തുണ്ടാവും? സോയില് സാച്ചുറേറ്റഡ് ആവും. അങ്ങനെ സാച്ചുറേറ്റഡ് ആവുന്നതാണ് കാപ്പിലാരിറ്റി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കേസ് നമ്മുടെ സോയിലിനകത്ത് വന്നാൽ എന്താണ് അത്, ഈ സ്ട്രെസ്സിൽ എന്ത് എഫക്റ്റ് ആണ് അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഫിഗറിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ, ഫിഗറിലേക്ക് ശ്രദ്ധിക്കും. ഇവിടെ ഇപ്പൊ ഇങ്ങനെ എ ഡി ബി സി എന്ന് പറയുന്ന കുറെ ലെയർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബി എന്ന് പറയുന്ന ലെയറിലാണ് വാട്ടർ ടേബിൾ ഉള്ളത് കേട്ടോ. ബി എന്ന് പറയുന്ന ലെവലിലാണ് വാട്ടർ ടേബിൾ ഉള്ളത്. പക്ഷെ അവിടെ കാപ്പിലാരിറ്റി കാരണം ഡി വരെയുള്ള ലെവല്, ഡി എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ലെവല് വരെ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ താഴെ സി മുതൽ ഡി വരെ ഓയിൽ സാച്ചുറേറ്റഡ് ആണ്, പക്ഷെ വാട്ടർ ടേബിൾ ആകെ ബിയിൽ വരെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോ അവിടുത്തെ സ്ട്രെസ്സിന്റെ എങ്ങനെയാണ് എഫക്ട് എന്നുള്ളതാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം എ എന്ന പോയിന്റിൽ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല, കാരണം അതിന്റെ മുകളിലേക്ക് ഒന്നുമില്ല, ഇവിടെ സർചാർജും ഇല്ല. സർചാർജ് ഉണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്, ഇവിടെ പറയാത്തതുകൊണ്ട് സർചാർജ് ഇല്ല. അപ്പൊ ഏലൊന്നുമില്ല അല്ലെ? ഏല നമുക്ക് ആ ടേബിളിൽ കാണാം, എ എന്ന് പറയുന്നതിൽ
ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷറും എഫക്റ്റീവ് സ്ട്രെസ്സും 3 കോളും 0 ആണ് അല്ലെ. ഇനി DD എന്ന് പറയുന്ന സ്ഥലത്ത് ടോട്ടൽ സ്ട്രെസ് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്കുള്ള D എന്ന ലെവലിലെ മുകളിലേക്കുള്ള സോയിലിലെ ഇൻഡു അതിന്റെ തിക്നെസ് ആണ് അല്ലെ, Γ1 H1 ഡാഷ് എന്ന് കാണാം. പോർ വാട്ടർ പ്രഷർ ഇത് നിങ്ങൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെയാണ് നിങ്ങൾക്കൊക്കെ തെറ്റുപറ്റാൻ ചാൻസ് ഉള്ളത്. ശരിക്കും ശ്രദ്ധിക്കണേ. DD എന്ന് പറയുന്ന ലെവലിലാണ് കാപ്പിലാരിറ്റി റൈസ് ഉള്ളത്. അവിടെ നിങ്ങൾ പോർ വാട്ടർ പ്രഷർ കാണുമ്പോ Γw ഇൻറ്റു അവിടെ ശ്രദ്ധിക്കണേ, DD എന്ന ലെവലിലെ പോർ വാട്ടർ പ്രഷർ കാണുമ്പോൾ അവിടെ വാട്ടർ ടേബിൾ ശരിക്കും താഴെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാപ്പിലാരിറ്റി റൈസ് ആണെങ്കിൽ ആ പോയിന്റില് പോർ വാട്ടർ പ്രഷർ കാണുമ്പോൾ -Γw ഇൻറ്റു H ആണ്. ആ H എന്ന് പറയുന്നത് കാപ്പിലാരിറ്റിന്റെ എഫക്ട് എവിടെ വരേണ്ടോ അത് മുതൽ താഴോട്ട് വാട്ടർ ടേബിളിലേക്കുള്ള ദൂരമാണ്. അവിടെ മൈനസ് വരും. ഓക്കെ, ഇനി നിങ്ങൾ ബി എന്ന പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ബി എന്ന പോയിന്റ് അവിടുത്തെ പോർ വാട്ടർ പ്രഷർ നോക്കിക്കോളൂ, അവിടെ 0 ആണ്. അപ്പൊ ഇതിന്റെ എഫക്ട് ഞാന് നമുക്കൊരു ബ്ലാങ്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണ നല്ലൊരു പ്രോബ്ലം ആണത്. നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വരക്കാണ്, ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, പിന്നെ അതിന്റെ താഴേക്ക് ഒരു ലെവൽ, ഞാൻ അതിനൊരു പേര് കൊടുത്തു, എ എന്നുള്ള പേര് കൊടുത്തു, എ. ഓക്കെ, പിന്നെ താഴെ ബി എന്ന ലെവലില് വാട്ടർ ടേബിൾ ഉണ്ട്. താഴെ വേറൊരു ലെയർ ഉണ്ട്, സി എന്ന ലെയറും ഉണ്ട്. ഓക്കെ, എ ടു ബി ലെയർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ തിക്നെസ് ആണ്, ബി ടു സി എന്ന് പറയുന്ന ഒരു 3 മീറ്റർ തിക്നെസ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ബിയിലാണ് വാട്ടർ ടേബിൾ എങ്കിലും കുറച്ച് മുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്, സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. കുറച്ച് മുകളിലേക്ക് കയറി സോയിൽ, വാട്ടർ ടേബിൾ താഴെ തന്നെയാണ്, പക്ഷെ സോയിൽ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പേര് കൊടുത്തു DD എന്ന ലെയർ പേരെടുത്തു. ഇത് കാപ്പിലാരിറ്റി കാരണം വാട്ടർ സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, ഇനി ഇവിടെ സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് 20 ആണ്. സാച്ചുറേറ്റഡ് അല്ലാത്തത് എന്റെയും ഡിന്റെ ഇടക്കുള്ള സോയിൽ മാത്രമാണ് കേട്ടോ. അവിടെ ഗാമ എന്ന് പറയുന്നത് 17 ആണ്. എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു കേസിൽ ഓരോ പോയിന്റിലും വരുന്ന സ്ട്രെസ് എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞ്, ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലാവണ്ടോ? ഓക്കെ ആണോ? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇതിലെ ഈ എഫക്റ്റീവ് സ്ട്രെസ്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടി പോർഷൻ ഇവിടെ വരുന്നത് ഇതാണ്, പലർക്കും തെറ്റിപ്പോവാ. ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഓരോ ലെയർ എടുത്ത് നമുക്ക് നോക്കാം. എ എന്ന ലെയർ എടുത്തു. ഫസ്റ്റ് നമ്മൾ എ എന്ന ലെയർ എടുത്തു. നിങ്ങൾക്ക് അറിയാം ടോട്ടൽ സ്ട്രെസ് 0 ആയിരിക്കും, കാരണം അതിന്റെ മുകളിൽ ഒന്നുമില്ല അല്ലെ. പോർ വാട്ടർ പ്രഷറും 0 ആയിരിക്കും. അതേപോലെ എഫക്റ്റീവ് പ്രഷർ സിഗ്മ മൈനസ് യു അതും 0 ആണ് അല്ലെ. ഇനി ബി എന്ന പോയിന്റ് എടുത്താല് ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഡി എന്ന പോയിന്റ് കേട്ടോ, ബി അല്ല ഡി എന്ന പോയിന്റ് കേട്ടോ. ഡി ഞാനത് മായ്ക്കാം. ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഡി എന്ന പോയിന്റ്, ആ കാപ്പിലാരിറ്റി വന്ന പോയിന്റ്, ഡി എന്ന പോയിന്റ് വരെ സോയിൽ സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം വേണ്ടത് ടോട്ടൽ സ്ട്രെസ് ആണ്. ടോട്ടൽ സ്ട്രെസ് പറഞ്ഞാൽ ഗാമ എച്ചും പിന്നെ സർചാർജും ആണ്. സർചാർജ് ഇവിടെ ഇല്ല. അപ്പൊ ഗാമ എച്ച് എന്ന് പറയുമ്പോൾ ഡി എന്ന ലെവലിന്റെ മുകളിലേക്കുള്ള സോയിൽ 17ന്റെ സോയിലാണ് അല്ലെ. 17 ഇൻറ്റു അതിന്റെ തിക്നെസ് ഇവിടെ. ഓക്കെ, അത് രണ്ടും 1 മീറ്റർ ആണ് വിചാരിക്കും, 1 മീറ്റർ. അപ്പൊ അതിന്റെ തിക്നെസ് 1 ആണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ സ്ട്രെസ് വരുന്നത് 17 ഇൻറ്റു 1 പറയുമ്പോൾ 17 തന്നെയാണ് വരിക. 17 kN/m². ഓക്കെ, ഇനി അവിടുത്തെ പോർ വാട്ടർ പ്രഷർ യു. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, കാപ്പിലാരിറ്റി കയറി നിൽക്കുന്ന ടോപ്പില് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പോർ വാട്ടർ പ്രഷർ ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് -Γw ഇൻറ്റു HD എന്ന് കൊടുക്കാം. HD അവിടെ HD എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ, ഡെപ്ത് അപ് ടു വാട്ടർ ടേബിൾ വരെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വാട്ടർ ടേബിൾ വരെയുള്ള ഡെപ്ത് ആണ് HD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ വരുന്നത് -9.81 ഇൻറ്റു ഇവിടെ ഡി എന്ന ലെവലിൽ നിന്ന് വാട്ടർ ടേബിളിലേക്കുള്ള ദൂരം 1 മീറ്റർ ആണ്. അപ്പോ -9.81 വരും. കാര്യം മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാവോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞേ.
നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ, അതായത് കാപ്പിലാരിറ്റി ലെവലില് പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുന്നത് മൈനസ് താഴോട്ടാണ് വാട്ടർ ടേബിൾ, ഒരു മൈനസ് എഫക്റ്റ് വരും. ഇത് കാപ്പിലാരിറ്റി ഉള്ള കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. എ എന്ന ലെയറിൽ താഴെ വാട്ടർ ടേബിൾ ഉണ്ട്, അപ്പൊ നമുക്ക് എയിലും മൈനസ് ഗാമ ഡബ്ല്യു അപ്ലൈ ചെയ്തുകൂടെ എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം എയിലേക്ക് കാപ്പിലാരിറ്റി എത്തിയിട്ടില്ല. കാപ്പിലാരിറ്റി എവിടെ വരെ എത്തിയിട്ടുണ്ടോ അവിടെ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി ഇപ്പോ നമ്മൾ ഡി എന്ന പോയിന്റ് പറഞ്ഞു. ഇനി ഇവിടുത്തെ എഫക്റ്റീവ് സ്ട്രെസ് അല്ലെ, സിഗ്മ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗ്മ മൈനസ് യു ആണ് അല്ലെ. ഇവിടെ സിഗ്മയുടെ വാല്യൂ 17 ആണ്, മൈനസ് യുവിന്റെ വാല്യൂ മൈനസ് 9.81 ആണ് അല്ലെ. ഇപ്പൊ രണ്ടും കൂടി വരുമ്പോ അതിന്റെ വാല്യൂ കൂടും. എത്ര വാല്യൂ വരും ഒന്ന് ഷാർബൂസ് പറഞ്ഞേ? വാല്യൂ രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര ഒന്ന് പറഞ്ഞ വാല്യൂ പറഞ്ഞ എത്ര വരിക? 17 മൈനസ് ആകുമ്പോൾ 17 പ്ലസ് എന്ന് വരും അല്ലെ. 17 പ്ലസ് 9.81 എന്നാവും. 26.81 അല്ലെ, 26.81 കറക്റ്റ് ആണ് അല്ലെ. വാല്യൂ വരുന്നത് 26.81 എന്നാണ്. അത്രയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെ, കറക്റ്റ്. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ബി എന്ന ലെവലാണ്, ലെവൽ ബി. ഓക്കെ, ബിയില് ടോട്ടൽ സ്ട്രെസ് പറയുമ്പോൾ ഗാമ ഇൻറ്റു എച്ച് അല്ലെ, പ്ലസ് സർചാർജ് അവിടെ ഇല്ല. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, ബി എന്ന പോയിന്റിന്റെ മുകളിലേക്ക്, ബി എന്ന പോയിന്റിലാണ് വാട്ടർ ടേബിൾ എങ്കിൽ പോലും ബി മുതൽ ഡി വരെ മുകളിലേക്ക് സോയിൽ സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ അവിടുത്തെ സോയിൽ നിങ്ങൾ എടുക്കുമ്പോൾ സാച്ചുറേറ്റഡ് എടുക്കണം. പ്ലസ് അതിന്റെ മുകളിലേക്ക് 1 മീറ്റർ സാച്ചുറേറ്റഡ് അല്ലാത്തതുകൊണ്ട് അല്ലെ. അപ്പൊ ബി എന്ന പോയിന്റിലെ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ 20x1, കാരണം അവിടെ സാച്ചുറേറ്റഡ് 1 മീറ്റർ സാച്ചുറേറ്റഡ് ചെയ്തിട്ടുണ്ട് കാപ്പിലാരിറ്റി കാരണം. പ്ലസ് പിന്നെ സാച്ചുറേറ്റ് ചെയ്യാത്ത 17, അതിന്റെയും 1 മീറ്റർ × 1. ഇങ്ങനെയാണ് വരിക. എത്ര അതിന്റെ വാല്യൂ വരിക എന്ന് പറഞ്ഞേ? 20 പ്ലസ് 17 37 വരും, 37 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതേപോലെ അവിടുത്തെ പോർ വാട്ടർ പ്രഷർ ശ്രദ്ധിക്കുക. ബി എന്ന പോയിന്റില് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കട്ടോ, പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ശരിക്കും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണേ. ഫിഗറിലേക്കും ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ബി എന്ന ലെയറാണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കട്ടോ, പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുന്നത്. ബി എന്ന ലെയറിന്റെ മുകളിലേക്ക് വാട്ടർ ടേബിൾ ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ യെസ് ഓർ നോ പറഞ്ഞേ. ബി എന്ന ലെയറിന്റെ മുകളിലേക്ക് വാട്ടർ ടേബിൾ ഉണ്ടോ? ഇല്ല, ബിയിലാണ് അല്ലെ, അതിന്റെ മുകളിലേക്ക് ഇല്ല. അപ്പൊ പോസിറ്റീവ് വാട്ടർ ടേബിളിന്റെ എഫക്ട് ഇല്ല. ഇനി നെഗറ്റീവ് എഫക്ട് പറഞ്ഞാല് കാപ്പിലാരിറ്റി ആണ്. ബി എന്ന ലെയറിന്റെ താഴേക്ക് വാട്ടർ ടേബിൾ ഉണ്ടോ? കാപ്പിലാരിറ്റി ഉണ്ടോ? ബി എന്ന ലെയറിന്റെ താഴേക്ക് എങ്ങനെ, അല്ലെങ്കിൽ ബിയിലോ അല്ലെങ്കിൽ താഴെ, അതും ഇല്ല അല്ലെ. അപ്പൊ വാട്ടർ ടേബിളും മുകളിലേക്കില്ല, താഴെ അതിന്റെ കാപ്പിലാരിറ്റി ഇല്ല. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് അവിടെ പോർ വാട്ടർ പ്രഷർ 0 ആണ് കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ മൈനസ് യു ആണ്. സിഗ്മ എന്ന് പറയുന്നത് 37, യു എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് 37 തന്നെ, 37 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ലെയർ ബി കഴിഞ്ഞാൽ സി എന്ന ലെയർ എടുക്കുമ്പോൾ ടോട്ടൽ സ്ട്രെസ് പറഞ്ഞാല് സാച്ചുറേറ്റഡ് സി മുതൽ ഡി വരെ സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ 20 എന്ന് പറയുന്നത് 3 + 1 4 മീറ്ററിൽ ഉണ്ടാവും. അപ്പൊ 20 × 4 എന്ന് വരും, 20 × 4 പ്ലസ് അതിന്റെ മുകളിലേക്ക് സാച്ചുറേറ്റഡ് അല്ലാത്തത് 17 ഉണ്ട്, 17ന്റെ 1 മീറ്റർ. ഇതാണ് ടോട്ടൽ സ്ട്രെസ്. എത്ര അതിന്റെ വാല്യൂ വരും എന്ന് പറഞ്ഞേ? 80 ഉം 17 അല്ലെ, 97 വരും അല്ലെ, 97 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ഇനി യു വാല്യൂ, യു എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡബ്ല്യു അല്ലെ, ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡബ്ല്യു 9.81 ഇൻറ്റു വാട്ടർ ടേബിളിലേക്കുള്ള ദൂരം എത്രയാണ് വാട്ടർ ടേബിളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞ്? സിയിൽ നിന്ന് വാട്ടർ ടേബിളിലേക്കുള്ള ദൂരം എത്രയാണ്? എത്ര മീറ്ററാ? വാട്ടർ ടേബിളിലേക്കുള്ള 3 മീറ്റർ, കറക്റ്റ് ആണ് കേട്ടോ, 3 മീറ്റർ. വാട്ടർ ടേബിളിലേക്കുള്ള ദൂരം 3 മീറ്റർ ആണ് അല്ലെ. അപ്പൊ 9.81 × 3 എത്ര വാല്യൂ വരിക എന്ന് പറഞ്ഞേ? 9.81 × 3 29.43 അല്ലെ, 29.43 അല്ലെ, അത്രയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 97 ആണ്,
മൈനസ് പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ 29.43 അല്ലേ? എത്ര അതിന്റെ വാല്യൂ വരെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ, വാല്യൂ പറഞ്ഞേ. അല്ലെ 67.57 അല്ലെ 67.57 ഇത്രയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വാല്യൂ വരിക. ഓക്കെ മക്കളെ, ഓക്കെ ആണോ? ചാറ്റ് ബോക്സ് ഒന്ന് ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് ഓക്കെ പറയൂ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ യാ യെസ്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അവിടുത്തെ പ്രഷർ ഡയഗ്രാം വരക്കാന്ന് പറഞ്ഞുതരാം കേട്ടോ. ചിലപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആവും, ശ്രദ്ധിച്ചോളൂ. പ്രഷർ ഡയഗ്രാം ആദ്യം നമ്മള് ടോട്ടൽ സ്ട്രെസ് സിഗ്മ, ടോട്ടൽ സ്ട്രെസ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ലൈന് വരക്കുക അല്ലെ. ഞാൻ കളർ ഒന്ന് മാറ്റാം. ആദ്യം എ മുതൽ സി വരെയുള്ള ലൈന് വരക്കുക അല്ലെ. നമ്മളിങ്ങനെ എ മുതൽ സി വരെയുള്ള ലൈന് വരച്ചു അല്ലെ. ഫസ്റ്റ് എ എന്നുള്ള പോയിന്റ്, താഴെ ഡി എന്ന പോയിന്റ് ഉണ്ട്, പിന്നെ ബി എന്ന പോയിന്റ് ഉണ്ട്, പിന്നെ സി എന്ന പോയിന്റ് അല്ലെ. എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം 1, ഡിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 1, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 3. ഇനി എ എന്ന പോയിന്റില് ടോട്ടൽ സ്ട്രെസ് 0 ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ പറ്റും ആ വാല്യൂസിൽ. എ എന്നുള്ള പോയിന്റ് ടോട്ടൽ സ്ട്രെസിന്റെ വാല്യൂ എ 0, പിന്നെ ബി എന്ന വാല്യൂ 17 അല്ലെ, പിന്നെ ബിയില് 37, അതുപോലെ സിയില് 97 അല്ലെ. ഇപ്പൊ എയില് 0 ആണ്. ഡിയില് എത്ര വരുന്നത്? ഡിയില് 17, പിന്നെ ബിയില് 37 അല്ലെ, ബിയില് 37, സിയില് 97. ഇനി കണക്ട് ചെയ്ത് വരയ്ക്കുക അല്ലെ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് പ്രഷർ ഡയഗ്രാം ഓഫ് ടോട്ടൽ സ്ട്രെസ്. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? ടോട്ടൽ സ്ട്രെസിന്റെ പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ ശരി. ഇനി നമുക്ക് ടോട്ടൽ സ്ട്രെസ് കഴിഞ്ഞാൽ പോർ വാട്ടർ പ്രഷറിന്റെ ഡയഗ്രാം വരയ്ക്കും നോക്കാം. പോർ വാട്ടർ പ്രഷർ എങ്ങനെ ഡയഗ്രാം, യുവിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പോർ വാട്ടർ പ്രഷറിന്റെ ഡയഗ്രാം വരയ്ക്കുന്നത് നോക്കട്ടോ. ഒന്ന് വെയിറ്റ്, ഞാനതൊന്ന് എറേസ് ചെയ്തോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് വരയ്ക്കാൻ ശ്രമിക്കും. ആദ്യം ലൈന് വരക്കും കേട്ടോ. എ മുതൽ സി വരെയുള്ള ലൈന്, വെർട്ടിക്കൽ ലൈൻ ഒന്ന് വരക്കും ആദ്യം. എന്നിട്ട് ആ പോയിന്റുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയേ അല്ലെ. അപ്പൊ നമ്മള് ആദ്യം ചെയ്യേണ്ടത് അല്ലെ വെർട്ടിക്കൽ ലൈന് യു ആണ് ചെയ്യാൻ പോകുന്നത്. പോർ വാട്ടർ പ്രഷർ യു ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ലൈന് വരച്ചു. പോയിന്റ് ഇവിടെ എ അല്ലെ, പിന്നെ ഡി എന്ന പോയിന്റ് അല്ലെ, ഡി എന്ന പോയിന്റ്, ഡി, പിന്നെ ബി, ഏറ്റവും താഴെ സി അല്ലെ. 1 മീറ്റർ, 1 മീറ്റർ, 3 മീറ്റർ. ഇവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരെ. ശരിക്കും ശ്രദ്ധിക്കുക. യു എന്ന് പറയുമ്പോൾ പോർ വാട്ടർ പ്രഷർ ആണ്. പോർ വാട്ടർ പ്രഷർ ആദ്യത്തെ പോയിന്റിൽ 0 ആണ് അല്ലെ. ഡി എന്ന പോയിന്റിൽ -9.81 ആണ്, -9.1 ആണ്. സി എന്നുള്ള പോയിന്റിൽ 0 ആണ്, സിയിലും 0 ആണ്. ഡി എന്നുള്ള പോയിന്റില് 29.43 ആണ്. അപ്പൊ ആദ്യം എ എന്നുള്ള പോയിന്റിൽ നമ്മൾ 0 തന്നെ ആയി. ഓക്കെ. ഡി എന്ന പോയിന്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരയ്ക്കുക. കാരണം പോസിറ്റീവ് നമ്മൾ വലതുവശത്തേക്കാണെങ്കിൽ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഇടതുവശത്തേക്കാണ്. അപ്പോൾ ഡിയില് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് 9.81. കാരണം എ മുതൽ ഡി വരെ ശ്രദ്ധിക്കണം, എ മുതൽ ഡി വരെ വാട്ടർ പ്രഷർ ഇല്ല. എ മുതൽ ഡി വരെ വാട്ടർ പ്രഷർ ഇല്ല. ഡിയിൽ നിന്ന് താഴോട്ട് ഫുള്ള് പ്രഷർ ഉണ്ട്. ഓക്കെ. ഇനി ബിയിൽ നോക്കിയാൽ ബിയിൽ അതിന്റെ വാല്യൂ 0 ആണ്. സിയിൽ നോക്കിയാൽ അതിന്റെ വാല്യൂ 29.43, അത് പോസിറ്റീവ് ആണ് ഇങ്ങോട്ട് അല്ലെ. 29.43 സി. ഇനി ആ ഫിഗർ ശ്രദ്ധിക്കുക. എ മുതൽ ഡി വരെ പ്രഷർ ഇല്ല, അപ്പോൾ അവിടെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഡി മുതൽ ബി വരെ പ്രഷർ ഉണ്ട്, അതിങ്ങനെ കുറഞ്ഞ് മൈനസിൽ നിന്ന് കുറഞ്ഞ് ബിയിലെത്തുമ്പോൾ 0 ആവും. പിന്നെ ബിയിൽ നിന്ന് സി അത് കൂടി 29.43. ഇങ്ങനെയാണ് വാട്ടർ പ്രഷർ വരിക. മനസ്സിലായോ കാര്യം? ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ പറഞ്ഞ കാര്യം. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ. നമുക്ക് ഇതിന്റെ എഫക്റ്റീവ് സ്ട്രെസിന്റെ ഡയഗ്രാം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതോടെ പറയാൻ ശ്രദ്ധിച്ചോളൂ. എഫക്റ്റീവ് സ്ട്രെസിന്റെ ഡയഗ്രാം
നിങ്ങൾ ഇതിന്റെയും 3 സ്ട്രെസ്സിന്റെയും ഡയഗ്രാം ഒന്ന് വരച്ചിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാതെ പഠിക്കാൻ അതാണ് നല്ലത്. എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ അല്ലേ യൂഷ്വൽ വരക്കുക, പോയിന്റുകൾ അടയാളപ്പെടുത്തുക. എ എന്നുള്ള പോയിന്റ്, അടുത്തത് ഡി എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ്, സി എന്ന പോയിന്റ്. എ ടു ഡി 1 മീറ്റർ, ഡി ടു ബി 1 മീറ്റർ, ബി ടു സി 3 മീറ്റർ. എ എന്നുള്ള പോയിന്റിൽ എഫക്റ്റീവ് സ്ട്രെസ് 0 ആണ് അല്ലേ, കാരണം ഒന്നുമില്ല, എല്ലാം 0 ആയതുകൊണ്ട് 0 ആണ്. ഇനി ബി എന്ന പോയിന്റിൽ ഡി എന്ന പോയിന്റിൽ എഫക്റ്റീവ് സ്ട്രെസ് 26.91 ആണ് അല്ലേ. അപ്പൊ ഡി എന്ന പോയിന്റിൽ അത് പോസിറ്റീവ് ആണ്, 26.91. പിന്നെ ബി എന്ന പോയിന്റിൽ എഫക്റ്റീവ് സ്ട്രെസ് 37 ആണ് അല്ലേ. ബി എന്ന പോയിന്റിൽ 37 ആണ്, 37. പിന്നെ ഏറ്റവും അവസാനം സി എന്ന പോലെ 67.57 ആണ്. അപ്പോൾ 67.57 അല്ലേ. ഇത് കണക്ട് ചെയ്ത് കളിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എഫക്റ്റീവ് സ്ട്രെസ്സിന്റെ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കാണാം.